വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ഹൈറിസ്ക് വിഭാഗത്തിലേക്ക് മാറ്റി ഓസ്ട്രേലിയ. അസസ്മെന്റ് ലെവൽ 3ലേക്കാണ് ഇന്ത്യയെ മാറ്റിയത്. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസയ്ക്ക് കൂടുതൽ ഡോക്യുമെന്റുകളുടെ ആവശ്യകതകളും അപേക്ഷകളിൽ കർശനമായ പരിശോധനയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുതൽ ഓസ്ട്രേലിയ സ്വപ്നം കണ്ടുവരുന്ന വിദ്യാർത്ഥികൾ ഇനി സാമ്പത്തിക സ്ഥിതി, ഇംഗ്ലീഷ് പ്രാവീണ്യം, വിസ ലഭിക്കുന്നതിനുള്ള യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിപുലമായ തെളിവുകൾ നൽകേണ്ടതുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉയർന്ന റിസ്ക് ലെവലുകൾക്ക് കൂടുതൽ രേഖ ആവശ്യമാണെന്ന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ വകുപ്പിന്റെ മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി അബുൽ റിസി പറഞ്ഞു. ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും വിസ അനുവദിക്കുക. 2026 ജനുവരി 8 മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ഓസ്ട്രേലിയയിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്നും സൗകര്യമൊരുക്കുമെന്നും ഓസ്ട്രേലിയ അറിയിച്ചു. ഇന്ത്യയെ കൂടാതെ നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവയുൾപ്പെടെ നിരവധി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെയും അസസ്മെന്റ് ലെവൽ 3ലേക്ക് മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാൻ വളരെ മുൻപേ തന്നെ ഈ പട്ടികയിലാണ്. ഇന്ത്യയിൽ അടുത്തിടെ നടന്ന വൻ വ്യാജവിരുദ്ധ വിവാദമാണ് കാറ്റഗറി മാറ്റാൻ കാരണമായെന്ന് വാർത്തകൾ. അന്താരാഷ്ട്ര സർവകലാശാലകളിലേക്ക് 10 ലക്ഷത്തിലധികം വ്യക്തികളുടെ വ്യാജരേഖകൾ വിതരണം ചെയ്ത വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിനെ കേരള പോലീസ് കണ്ടെത്തിയിരുന്നു. 22 സർവകലാശാലകളിൽ നിന്ന് 1 ലക്ഷം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തട്ടിപ്പിനെതിരെ നടപടിയെടുക്കുന്നതിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന ആരോപണവുമായി ഓസ്ട്രേലിയൻ സെനറ്റർ മാൽക്കം റോബർട്ട്സ് രംഗത്തെത്തിയിരുന്നു. ഓസ്ട്രേലിയയിൽ 23,000 വിദേശ വിദ്യാർത്ഥികളെ വ്യാജ ബിരുദങ്ങളുമായി കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.